സുധാകരൻ തെറിക്കും. സതീശൻ തന്നെയാണ് കോൺഗ്രസിലെ താരം. കോൺഗ്രസ് സംഘടനാ പുനഃസംഘടന സംബന്ധിച്ച് പ്രാഥമിക ധാരണ ആയി എന്ന സൂചനകളാണ് KPCC ആസ്ഥാനത്ത് നിന്നും പുറത്ത് വരുന്നത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയകാര്യ സമിതി, കോൺഗ്രസിൻ്റെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. അതുതന്നെ വളരെ വലിയ സംഭവമാണ്. 1.5 വർഷത്തെ ഇടവേള എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി അവർക്ക് 1.5 വർഷത്തിൽ ഒരിക്കൽ രാഷ്ട്രീയകാര്യ സമിതി കൂടിയാൽ മതി എന്നാണോ ധാരണ എന്ന് നമുക്ക് തോന്നിയേക്കും. ഇവിടെ CPM ഒക്കെ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുമൊക്കെ ചേർന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. CPMനെയും ഇടതുമുന്നണിയും പ്രതിരോധിക്കാൻ പ്രധാനപ്പെട്ട ചുമതലയുള്ള കോൺഗ്രസ് പാർട്ടി അവരുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ട് 1.5 വർഷമായി എന്ന് പറയുമ്പോൾ ആ പാർട്ടി എന്തുമാത്രം അവതാളത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രധാനപ്പെട്ട അജണ്ട പുനഃസംഘടന ആണെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആദ്യ മണിക്കൂറുകളിൽ നിന്നത്. അവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു സുൽത്താൻ ബത്തേരിയിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾക്ക് വേണ്ടി ഒരു സുൽത്താൻ ബത്തേരിയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചുവെങ്കിലും അതിനുശേഷം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അത്ര സുഗമമായിരുന്നില്ല, അല്ലെങ്കിൽ തുടർ ചർച്ചകളോ ക്യാമ്പുകളോ ഒന്നും നടന്നില്ല. അത് വിമർശിക്കപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ അതിനെ തുടർന്ന് വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടാനിരുന്നത്. അത് നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ, സതീശന് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, സ്വന്തം അവിടെ മലപ്പുറത്ത് മുൻ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വരാൻ കഴിയില്ല എന്ന് സതീശൻ പറഞ്ഞതോടുകൂടിയാണ് ആ യോഗം നടക്കാതെ പോയത്. അതിന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഹൈക്കമാൻഡ് വിരട്ടിയിരുന്നു, അല്ലെങ്കിൽ താക്കീത് ചെയ്തിരുന്നു. നിങ്ങൾ സംസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ നടക്കേണ്ട രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കാത്തതിൽ നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് KC വേണുഗോപാലിനെ വരെ താക്കീത് ചെയ്യുന്ന നയസമീപനമാണ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ആഴ്ച സ്വീകരിച്ചത്. ദീപാദാസ് മുൻഷിയും കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വളരെ ദേഷ്യത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിക്ക് പറന്നത്. ഇപ്പോൾ KC വേണുഗോപാലും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന അജണ്ടയാണ്. അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മറ്റൊന്ന് അൻവർ, തൃണമൂൽ കോൺഗ്രസിനോട് ചേർന്ന അൻവറിൻ്റെ മുന്നണി പ്രവേശനം, തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം ചർച്ചയായി. അതുപോലെ വയനാട് ട്രഷററായിരുന്ന NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിരോധത്തിലാണ്. ആ കാര്യം ചർച്ച ചെയ്തു. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ തൊട്ടും തലോടിയുമൊക്കെ മുന്നോട്ട് പോയി. ഏതായാലും എല്ലാ നേതാക്കളും അഭിപ്രായ ഭിന്നത മറന്ന് ഒരുമിച്ച് ചേരണം എന്ന ഒരു നിർദ്ദേശമാണ് ദേശീയ നേതൃത്വത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും യോഗത്തിൽ സ്വീകരിച്ചത്. ഒരുമിച്ച് പോകേണ്ട സാഹചര്യം, ഒരുമിച്ച് നിൽക്കുക, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും മറികടക്കുക, വളരെ വിജയത്തോടു കൂടി മറികടക്കുക. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട് സീറ്റ്, LDFൻ്റെ സിറ്റിംഗ് സീറ്റ് തിരികെ പിടിക്കുക എന്ന് പറയുന്നത് UDFന് അഭിമാന പോരാട്ടമാണ് എന്ന നിർദ്ദേശമൊക്കെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രധാനമായും ചർച്ചയായത്. എന്നാൽ ചില നേതാക്കൾ, അതായത് പുനഃസംഘടനയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് സതീശപക്ഷം ആധിപത്യം പുലർത്തിയത്. കാരണം യുവനിര മുഴുവൻ സതീശൻ്റെ കൂടെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പിന്തുണ സതീശൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഒഴിവാക്കി കുറച്ചുകൂടി എനർജിയുള്ള ഒരാളെ അവിടെ നിയമിക്കണമെന്നാണ്, അല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വെക്കണമെന്നാണ് ഈ നിരയുടെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, അതുപോലെ VD സതീശൻ, അങ്ങനെ തുടങ്ങിയ ആളുകളുടെ ആഗ്രഹം ഒരു എനർജിയുള്ള ഒരു നേതാവിനെ KPCC അധ്യക്ഷനാക്കുക. എന്നാൽ സുധാകരൻ പറയുന്നത് എനിക്ക് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ല, കാര്യങ്ങൾ തീരുമാനിച്ച് അഭിപ്രായം പറയുന്നതിൽ കുഴപ്പമില്ല, പിന്നെ എന്ത് ആരോഗ്യ പ്രശ്നമാണ് നിങ്ങൾ കാണുന്നത്? മനഃപൂർവ്വം എനിക്കെതിരെ വാളോങ്ങുകയാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ് സുധാകരനെ പിന്തുണയ്ക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒക്കെ ഉള്ളത്. എന്നാൽ വെവ്വേറെ ദീപാദാസ് മുൻഷി പറയുന്നത്, ഈ അഭിപ്രായമൊക്കെ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ വെവ്വേറെ ഓരോ നേതാക്കളെയും കാണാം, ഓരോ നേതാക്കളെയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച ശേഷം ഞാനത് വ്യക്തമായി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. അതിനു മുമ്പേ തന്നെ ഇപ്പോൾ ബ്ലോക്ക് തലം വരെയുള്ള പുനഃസംഘടന ഏതാണ്ട് പൂർത്തിയായി. അതൊരു നേട്ടമായി തന്നെ കോൺഗ്രസ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി വേണ്ടത് DCC ഭാരവാഹികളുടെ പുനഃസംഘടനയാണ്. അത് കഴിഞ്ഞ് KPCC ജനറൽ സെക്രട്ടറിമാരെ നിയോഗിക്കണം. അപ്പോഴൊക്കെയാണ് സന്ദീപ് വാര്യരൊക്കെ അതിനകത്ത് ഇടം കണ്ടെത്തും എന്ന പ്രതീക്ഷ വച്ച് പുലർത്തുന്നത്.
ഇതൊക്കെ വി ഡി സതീശൻ്റെ പ്ലാനിംഗ് ആണ്. വി ഡി സതീശൻ പ്ലാൻ ചെയ്തതുപോലെ നടക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ KPCC പ്രസിഡന്റ്, അങ്ങനെ പാർട്ടിയിൽ തൻ്റെ അപ്രമാദിത്വം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ തന്നെ രണ്ടാം നിര നേതാക്കളായി, മുതിർന്ന നേതാക്കളാണെങ്കിൽ പോലും അവർക്ക് അത്ര അപ്രമാദിത്വം പാർട്ടിയിൽ ഇല്ല എന്ന ഒരു തിരിച്ചറിവാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വന്നത് എന്ന വിവരങ്ങളാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നും പുറത്തു വരുന്നത്. ഏതായാലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച കഴിയും. അപ്പോൾ സുധാകരൻ പുറത്തേക്ക് പോവുകയും സതീശൻ അപ്രമാദിത്വം തെളിയിക്കുകയും ചെയ്യും എന്ന സന്ദേശം തന്നെയാണ് ഇന്ദിരാഭവനിൽ നിന്ന് ലഭിക്കുന്നത്.